തിരുവനന്തപുരം കല്ലമ്പലം MDMA കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിനായി പ്രതി സഞ്ജുവിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പല യുവ നടന്മാരുമായി സഞ്ജുവിന് അടുത്ത ബന്ധമാണുള്ളത്. വർക്കലയിൽ ചിത്രീകരണത്തിനെത്തിയ പ്രമുഖ നടൻ സഞ്ജുവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് കണ്ടെത്തൽ. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, തിരുവനന്തപുരം കല്ലമ്പലം MDMA കേസിൽ ഒരുപക്ഷെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ പ്രതി സഞ്ജുവിൽ നിന്ന് പോലീസ് തേടുന്നതിലൂടെ തന്നെ കൂടുതൽ നടന്മാരടക്കമുള്ള പ്രമുഖർ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ കൂടി പുറത്തു വരികയില്ലേ? രോഹിണി, വിദേശത്തു നിന്നും രാസലഹരി കടത്തിയ കേസിൽ 5 കോടി രൂപയുടെ രാസലഹരി കടത്തിയ കേസിൽ, അത് പിടിയിലായ കേസിൽ മുഖ്യപ്രതിയാണ് സഞ്ജു. സഞ്ജുവിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ പോലീസ് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള കണ്ണികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ഇതിൽ ഉൾപ്പെട്ട വലിയ ശൃംഖലകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൽ വൻപൻ സാബുകൾ ആരൊക്കെയുണ്ട് എന്നതടക്കമുള്ളവരെ കണ്ടെത്താൻ കഴിയുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. സമാനമായ രീതിയിൽ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഒരുങ്ങുന്നത്. കൂടുതൽ പേരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഉൾപ്പെട്ടവരെല്ലാം കണ്ടെത്തേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടിയടക്കം നടത്തേണ്ടിയിരിക്കുന്നത്. സിനിമാ ബന്ധമടക്കം ഈ കേസിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് സഞ്ജു ഒരു യുവനടനുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഒരു യുവനടൻ സഞ്ജുവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് വർക്കലയിൽ വെച്ച് ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നിരുന്നു. ആ ഷൂട്ടിംഗ് വേളയിലും ഈ നടൻ സഞ്ജുവുമായി ബന്ധപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ വിവിധ തലങ്ങളിലുള്ളവരുമായി ബന്ധപ്പെട്ട സഞ്ജുവിന് അടുത്ത ബന്ധമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് നിരീക്ഷിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഈ രാസലഹരി വിൽപ്പനകളടക്കം സിനിമാ മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് പോലീസും മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങളെല്ലാം സഞ്ജുവിൽ നിന്നും ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, വിദേശത്തു നിന്നും അവിടെ നിന്നും ഈ പിടികൂടാതെ അല്ലെങ്കിൽ അവിടുത്തെ കസ്റ്റംസിൽ നിന്നും വെട്ടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് ഈ രാസലഹരി വസ്തുക്കൾ എത്തിച്ചത്. ഈന്തപ്പഴത്തിൽ പൊതിഞ്ഞ കറുത്ത കവറിൽ ഈന്തപ്പഴത്തിനുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച നിലയിലൊക്കെയായിരുന്നു ഈ ലഹരി വസ്തുക്കൾ കടത്തിയത്. എന്നാൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും അവിടെയും അത് പിടികൂടാൻ സാധിച്ചതുമില്ല. അതിനുശേഷമാണ് രഹസ്യവിവരം പോലീസ് രജിസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഡാൻസ് ഓഫ് നടത്തിയൊരു അന്വേഷണത്തിലാണ് ഈ പ്രതികളെ പിടികൂടുകയും 17 കുപ്പി വിദേശ മദ്യവും 5 കോടി രൂപ വിലമതിക്കുന്ന തരത്തിലുള്ള 1.25 കിലോ MDMAയും പിടികൂടിയത്. സഞ്ജുവിനെതിരെ നേരത്തെയും പലതവണ കേസുകളുണ്ട്. ഈ MDMA വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. വർക്കല കേന്ദ്രീകരിച്ചിട്ടുള്ള വിൽപ്പന നടത്തുന്നു എന്നടക്കമുള്ള രീതിയിൽ കേസുകൾ രജിസ്റ്റർ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ വരികയാണ്. മുമ്പ് നേരത്തെ സഞ്ജുവിൻ്റെ വസതിയിൽ ഈ മുന്തിയ ഇനം നായകളെ വളർത്തിക്കൊണ്ട് ആ നായകളുടെ മറവിൽ ഈ MDMAയും അതോടൊപ്പം തന്നെ മറ്റ് ലഹരി വസ്തുക്കളും വിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ നായകളെ അഴിച്ചു വിട്ടുകൊണ്ട് രക്ഷപ്പെടുന്നതായിരുന്നു തന്ത്രം. ഇങ്ങനെയൊക്കെയാണ് സഞ്ജുവിൻ്റെ ഒരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായ വിവരങ്ങളുണ്ട്. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് കൃത്യമായ വിവരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കൂടുതൽ പ്രതികളിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലുണ്ടെങ്കിൽ ആരൊക്കെയാണെന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിലേക്കെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ അത് സഞ്ജുവിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് പോലീസ് കടക്കും. അതിനുശേഷമായിരിക്കും ഇതിൽ ഉൾപ്പെട്ട കണ്ണികൾ ആരൊക്കെയാണ്, എത്ര പേരുണ്ട് എന്നതടക്കമുള്ള കാര്യത്തിൽ പോലീസും അതോടൊപ്പം തന്നെ കണ്ടെത്തുകയുള്ളൂ. എന്തായാലും വലിയ രീതിയിലൊരു അന്വേഷണം നടത്തണം. വർക്കല കേന്ദ്രീകരിച്ച് ഈ വലിയ രീതിയിൽ ലഹരി വിൽപ്പനകൾ നടത്തുന്നുണ്ട് എന്ന നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. മാത്രമല്ല, വിനോദസഞ്ചാര മേഖലകളാണ്, വിദേശത്ത് അടക്കം നിരവധി പേർ അവിടെ എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനമായും വർക്കല കേന്ദ്രീകരിച്ചാണ് സഞ്ജുവിൻ്റെ ഈ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കേന്ദ്രമായി മാറിയത്. അവിടെ ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് ഇത് നൽകുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ ബന്ധമെന്നുള്ളത് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലൂടെ തന്നെ വ്യക്തമാകും. അതുകൊണ്ട് തന്നെയാണ് കേസിൽ വിശദ ചോദ്യം ചെയ്യലിനായി പ്രതി സഞ്ജുവിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഇതിലുള്ള കണ്ണികൾ ആരൊക്കെ എന്നുള്ളതിലൊരു വ്യക്തത ഒരുപക്ഷെ പോലീസിന് ഇതിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.